T20 ലോകകപ്പിലെ ക്ലാസിക് പോരിൽ ഇന്ത്യക്ക് ജയം. 61 റൺസിനാണ് പാകിസ്ഥാനെ ഇന്ത്യ തകർത്തത്. ഇപ്പോൾ സ്പോർട്സ് ഡെസ്കിൽ നിന്നും അഞ്ജു എസ് പാലൻ കൂടി ചേരുന്നു. അഞ്ജു, മത്സരം പകുതി പിന്നിടുമ്പോൾ തന്നെ പാകിസ്ഥാൻ പതറി എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അതെ ഉമാവി, T20 ലോകകപ്പിൽ ഒരിക്കൽ കൂടി ഇന്ത്യക്ക് മുൻപിൽ പാകിസ്ഥാൻ കീഴടങ്ങിയ ഒരു മത്സരം കൂടിയായിരുന്നു ഇന്ന് കഴിഞ്ഞത്. ഇന്നത്തെ മത്സരത്തിലേക്ക് കടക്കുകയാണെങ്കിൽ 176 റൺസാണ് പാകിസ്ഥാൻ പിന്തുടർന്നത്. ഇന്ത്യ ഉയർത്തിയ 176 റൺസ് പിന്തുടർന്ന പാകിസ്ഥാന് തുടക്കം മുതൽ തന്നെ തകർച്ചയാണ് ഉണ്ടായത്. ആദ്യം പവർ പ്ലേയിൽ ബൂംറയും ഹാർദിക് പാണ്ഡ്യയും ചേർന്ന് 4 വിക്കറ്റുകൾ നേടുന്നു. തൊട്ടു പിന്നാലെ ഇന്ത്യയുടെ സ്പിന്നർമാർ ചേർന്ന് വീണ്ടും പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇന്ത്യൻ നിരയിൽ നിന്ന് 4 ബോളേഴ്സ് 2 വിക്കറ്റുകൾ വീതമാണ് നേടിയത്. ഹാർദിക് പാണ്ഡ്യയും ബൂംറയും 2 വിക്കറ്റുകൾ വീതം നേടി. അതുപോലെ തന്നെ അക്സർ പട്ടേലും വരുൺ ചക്രവർത്തിയും 2 വിക്കറ്റുകൾ നേടി. നമുക്കറിയാം, കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയം എന്ന് പറയുന്നത് അതിവേഗത്തിൽ റണ്ണൊഴുകുന്ന ഒരു പിച്ചാണ്. ആ ഒരു പിച്ചിൽ റണ്ണൊഴുകുന്നത് അത്രയും റണ്ണൊഴുകുന്ന ഒരു പിച്ചിൽ 175 എന്നൊരു സ്കോറിലേക്ക് ഇന്ത്യ എത്തിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ പാകിസ്ഥാന് 114 റൺസ് മാത്രം എടുക്കാനേ സാധിച്ചുള്ളൂ. പാകിസ്ഥാൻ നിരയിൽ നിന്ന് ഉസ്മാൻ ഖാൻ മാത്രമാണ് മികച്ച ഒരു ഭേദപ്പെട്ട ഒരു പ്രകടനം പുറത്തെടുത്തത്. 34 പന്തിൽ നിന്ന് 44 റൺസ് എടുത്തത് ഉസ്മാൻ ഖാൻ മാത്രമാണ്. പിന്നീട് നോക്കുകയാണെങ്കിൽ 6 പേരാണ് പാകിസ്ഥാൻ നിരയിൽ മാത്രം 7 പേരാണ് ഒറ്റ സംഖ്യയിൽ എന്ന് വെച്ചാൽ ഇരട്ട സംഖ്യയിലേക്ക് പോലും അവരുടെ സ്കോർ എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അത്രയും വേഗത്തിൽ കൂടാരം കയറിയ ഒരു അവസ്ഥയുണ്ടായിരുന്നു. കളിയിലേക്ക് വരികയാണെങ്കിൽ മറുപടി ബാറ്റിങ്ങിൽ പാകിസ്ഥാൻ തുടക്കം തന്നെ പതറുന്ന ഒരു അവസ്ഥ കണ്ടു. ആദ്യത്തെ പവർ പ്ലേ പൂർത്തിയാവുന്നതിന് മുമ്പ് 4 വിക്കറ്റുകൾ നഷ്ടമാകുന്നു. ആ 4 വിക്കറ്റുകളും ഇന്ത്യയുടെ ഫാസ്റ്റ് ബോളേഴ്സ് നേടിക്കൊടുക്കുന്നു. അതിനുശേഷം തൊട്ടു പിന്നാലെ പാകിസ്ഥാന് ഒരു മത്സരം ഒന്ന് നിയന്ത്രണത്തിലേക്ക് എത്തിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു കാഴ്ച കണ്ടു. കാരണം ഉസ്മാൻ ഖാന്റെ നേതൃത്വത്തിൽ ചെറിയൊരു ചെറുത്തുനിൽപ്പ് പാകിസ്ഥാൻ ഒരു ഘട്ടത്തിൽ നടത്താൻ ശ്രമിച്ചുവെങ്കിലും ആ ഒരു ശ്രമം ഇല്ലാണ്ടാക്കിയത് ഇന്ത്യയുടെ സ്പിൻ കരുത്താണ്. ഈ മത്സരത്തിലേക്ക് പറയുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പാകിസ്ഥാൻ എന്ന് പറയുന്നത് ലോകകപ്പിൽ സ്പിൻ കരുത്തുമായിട്ട് വന്നൊരു ടീമാണ്. 4 സ്പിൻ ബോളേഴ്സുമായിട്ട് ലോകകപ്പിൽ വന്ന് കപ്പ് മോഹിച്ച് വന്നൊരു ടീമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ആ പാകിസ്ഥാനെ ഇന്ത്യയുടെ മനോഹരമായ ഒരു ബോളിംഗ് കരുത്തുകൊണ്ട് നേരിട്ടൊരു കാഴ്ചയാണ് കണ്ടത്. കാരണം ഒരേ സമയം സ്പിൻ ബോളേഴ്സും ഫാസ്റ്റ് ബോളേഴ്സും ചേർന്നിട്ടാണ് പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കിയത്. ഇനി ഇന്ത്യൻ ബാറ്റിങ്ങിലേക്ക് വരികയാണെങ്കിൽ വലിയൊരു ആഹ്ലാദമൊന്നും ഇന്ത്യൻ നിരയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. കാരണം ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പ്രതീക്ഷിച്ച ഒരു ബാറ്റിംഗ് ഒന്നും ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ നിന്നുണ്ടായില്ല. ഇഷാൻ കിഷൻ മാത്രമാണ് ഒരു ക്ലാസിക്. ഇഷാൻ കിഷന്റെ ഇന്നിങ്സിനെ നമ്മൾ അത്രയും മനോഹരമായി തന്നെ വിവരിക്കേണ്ടിയുണ്ട്. കാരണം ഒരറ്റത്തിൽ നിന്ന് ഓരോരുത്തരായിട്ട് ഉതിർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഇഷാൻ കിഷൻ നേതൃത്വം നൽകിയ ഒരു ചെറുത്തുനിൽപ്പാണ് 175 എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് ഇന്ത്യ എത്തിച്ചത്. 40 പന്തിൽ നിന്ന് 77 റൺസാണ് ഇഷാൻ കിഷൻ നേടിയത്. ഇഷാൻ കിഷന് പിന്തുണ നൽകാൻ പിന്നീട് വന്ന ബാറ്റർമാർക്കൊന്നും കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസം അസുഖബാധിതനെ തുടർന്ന് നബീബയ്ക്കെതിരായ മത്സരം കളിക്കാതിരുന്ന അഭിഷേക് ശർമ്മ ഡെക്കിന് തന്നെ പുറത്തായി. പക്ഷെ അഭിഷേക് ഡെക്കിന് പുറത്തായപ്പോൾ അതേപോലെ തന്നെ പാകിസ്ഥാൻ ടീമിലും ഡെക്കിന് പുറത്തായ ഒരു ബാറ്ററും കൂടി ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ ബാറ്റിങ്ങിലേക്ക് വരികയാണെങ്കിൽ തിലക് വർമ്മ 25 റൺസ് എടുത്തു. അതുപോലെ തന്നെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് 32 റൺസ് എടുത്തു. ശിവൻ ദുബെ 27 റൺസ്. ഇത് മാത്രമാണ് ഇന്ത്യൻ നിരയിൽ ഇന്ന് റൺസ് കണ്ടെത്തിയ മറ്റു താരങ്ങൾ. ബാക്കി എല്ലാവരും ഇന്ത്യൻ നിരയിലും നിരാശപ്പെടുത്തിയത് തന്നെയാണ്. ഇന്നത്തെ വിജയം നമ്മൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ ബോളേഴ്സ് സ്പിന്നും സ്പേസും ചേർന്നിട്ട് ഒരുക്കിയ ഒരു മനോഹരമായ വിജയം തന്നെയാണ് ഇന്ന് ഇന്ത്യക്കുണ്ടായത്. ലോകകപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ഇത് ഇന്നത്തെ മത്സരം കൂടെ കൂട്ടി 9 തവണയാണ് T20 ലോകകപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മത്സരിക്കുന്നത്. അതിൽ ഒരു തവണ മാത്രമാണ് വിജയം പാകിസ്ഥാനൊപ്പം നിന്നത്. ബാക്കി 8 തവണയും വിജയം ഇന്ത്യക്കൊപ്പം തന്നെയാണ് നിന്നത്. അത് ഇപ്പോഴും തുടരുക തന്നെയാണ്. ഇന്ത്യക്ക് മുന്നിൽ ഒരിക്കൽ കൂടി പാകിസ്ഥാൻ കീഴടങ്ങിയിരിക്കുകയാണ്. ആ വിജയം അത്ര മനോഹരമാണ്. കാരണം 61 റൺസിന്റെ അതിമനോഹരമായ ഒരു വിജയമാണ് ഇന്ത്യൻ ബോളേഴ്സ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, തുടക്കത്തിൽ ഇന്ത്യ ഒന്നും പതറിയെങ്കിലും വീണ്ടും ഒരു ശക്തമായ തിരിച്ചുവരവാണല്ലേ നടത്തിയത്? അതെ ഒമ, ഇന്ന് മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ തന്നെ ഇന്ന് രാവിലെ മുതലുള്ള റിപ്പോർട്ടുകൾ പ്രകാരം പ്രേമദാസ സ്റ്റേഡിയത്തിലും കൊളംബോയിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. അപ്പോൾ മഴ ഒരു വില്ലനായി വരുമോ എന്നുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പ്രതിസന്ധികളൊന്നും ഉണ്ടായിട്ടില്ല. മഴയൊന്നും ഇല്ലായിരുന്നു മത്സരത്തിൽ. തുടക്കം ഇന്ത്യക്ക് ടോസ് ലഭിച്ചില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ടായിരുന്നു.
അതുമാത്രമല്ല പാകിസ്ഥാൻ 2 മത്സരങ്ങളും എ ഗ്രൂപ്പിൽ ഉള്ള ടീമാണ് പാകിസ്ഥാൻ കഴിഞ്ഞ 2 മത്സരങ്ങളും കളിച്ചത് കൊളംബോയിൽ തന്നെയാണ്. അപ്പോൾ കൊളംബോയിലെ പിച്ചും കാര്യങ്ങളും ഒക്കെ സ്വന്തമായി കുറച്ചും കൂടി അഡ്വാൻറ്റേജ് നൽകുന്നത് പാകിസ്ഥാനാണ്. ആ ഒരു ബലത്തിൽ തന്നെയാണ് ടോസ് നേടിയപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കുന്നത്. ബാറ്റിങ്ങിന് അയച്ച ഇന്ത്യക്ക് തുടക്കത്തിൽ വലിയ നിരാശ തന്നെയാണ് ഉണ്ടായത്. കാരണം അഭിഷേക് ശർമ്മ ഓപ്പണിങ്ങിന് ഇറങ്ങിയ ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയാണ് ഓപ്പണിങ്ങിന് ഇറങ്ങുന്നത്. അഭിഷേക് ശർമ്മ ഡെക്കിന് പുറത്താകുന്നു. തൊട്ടു പിന്നാലെ തിലക് വർമ്മയ്ക്ക് കൂടെ നിൽക്കാൻ ഒരു മികച്ച സ്കോർ കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോഴൊരു രക്ഷാപ്രവർത്തനം എന്ന രീതിയിൽ ഇന്ത്യക്ക് മികച്ചൊരു സ്കോറിലേക്ക് എത്തിയത് ഇഷാൻ കിഷന്റെ പ്രകടനമാണ്. ഒരറ്റത്തുകൂടി വിക്കറ്റ് പോകുമ്പോൾ ഒരു സൈഡിൽ കൂടി റൺസ് കയറ്റാൻ ശ്രമിച്ച അതിമനോഹരമായ ഒരു ക്ലാസിക് ഇന്നിങ്സ് എന്ന് നമുക്ക് പറയാം. അത്തരത്തിലുള്ള മനോഹരമായ ഒരു ഇന്നിങ്സ് ആയിരുന്നു ഇഷാൻ കിഷന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഹാർദിക് പാണ്ഡ്യയും അതുപോലെ റിങ്കു സിംഗും അടക്കമുള്ള എല്ലാവരും ഇന്ന് ഇന്ത്യയെ നിരാശപ്പെടുത്തി. സൂര്യകുമാർ യാദവും തിലക് വർമ്മയും മാത്രമാണ് മിഡിൽ ഓവറുകളിൽ ചെറിയ രീതിയിലെങ്കിലും ഇന്ത്യയെ ഒന്ന് സഹായിച്ചത്. ആ ഒരു ചെറിയൊരു രക്ഷാപ്രവർത്തന ഫലമായിട്ടാണ് 175 എന്നുള്ളൊരു സ്കോറിലേക്ക് ഇന്ത്യ എത്തിയത്. ഈ 175 എന്ന് പറയുന്നത് T20 ലോകകപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം കളിച്ചതിലെ ഏറ്റവും ഉയർന്ന സ്കോർ തന്നെയാണ്. കാരണം പരസ്പരം ഈ ഇരു ടീമുകളും കളിക്കുമ്പോൾ നമുക്കറിയാം വലിയ രീതിയിലുള്ള പിരിമുറുക്കങ്ങളുണ്ട്. അയൽപ്പോരാണെന്ന് നമ്മൾ പറയാറുണ്ട്. അത്തരത്തിലുള്ള എല്ലാ പിരിമുറുക്കങ്ങളും കാരണം പലപ്പോഴും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കളികൾ ചെറിയ ചെറിയ സ്കോറുകളിലേക്കായിരുന്നു ഒതുങ്ങാറുള്ളത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ സ്കോറാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. 175 എന്നുള്ളതാണ് ഏറ്റവും ഉയർന്ന സ്കോർ. പക്ഷെ നമുക്ക് മൊത്തത്തിൽ പറഞ്ഞാൽ കൊളംബോയിലെ റണ്ണൊഴുകുന്ന പ്രേമദാസ സ്റ്റേഡിയത്തിൽ ഇന്ത്യയുടെ ബൗളർമാർ ഇന്ത്യക്ക് ഒരു മനോഹരമായ ഒരു വിജയം നേടിത്തന്നിരിക്കുന്നു. ഗ്രൂപ്പ് എയിൽ 1ാം സ്ഥാനക്കാരായി 3 മത്സരങ്ങളിൽ 3 വിജയം നേടിക്കൊണ്ട് 1ാം സ്ഥാനക്കാരായി ഇന്ത്യ തുടരും. തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ തന്നെയാണ്. മാത്രമല്ല അഞ്ജു, ഈ മൈതാനത്തിൽ ടോസ് നേടുന്നവർ വിജയം കൈവരിച്ച ഒരു പാരമ്പര്യം കൂടിയുള്ള ഒരു സ്റ്റേഡിയം കൂടിയാണ്. ആ സാഹചര്യത്തിലാണ് ടോസ് നേടാതെ പോയി ഇന്ത്യ വിജയിച്ചിരിക്കുന്നത് അല്ലേ? അതെ, പാകിസ്ഥാന്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. റണ്ണൊഴുകുന്ന ഒരു പിച്ചാണ്. അപ്പോൾ ആദ്യം ബാറ്റ് ചെയ്യുന്ന ഒരു ടീം റൺസ് എടുക്കുന്നു. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചോളം അവർക്ക് ആ പിച്ച് അറിയാം. അതൊരു സ്പിന്നിങ് പിച്ച് കൂടിയാണ്. അവരുടെ കൂടെ 4 സ്പിൻ ബോളേഴ്സ് ഉണ്ട്. അവരുടെ കണക്കുകൂട്ടിലൊക്കെ ഏകദേശം തുടക്കത്തിൽ ശരിയായിട്ട് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം സെയിം അയൂബൊക്കെ ആദ്യത്തെ ആ ഒരു പവർ പ്ലേയിൽ തന്നെ 2 വിക്കറ്റുകളൊക്കെ നേടുമ്പോൾ തന്നെ അവരുടെ ഒരു പ്രതീക്ഷകൾ അവർക്ക് ജയിക്കാം, അല്ലെങ്കിൽ കൊളംബോയിൽ ഒരു 3ാം വിജയവും കൂടി അവർ പ്രതീക്ഷിച്ചു. പക്ഷേ അവർക്ക് തിരിച്ചടിയായത് ഇഷാൻ കിഷന്റെ ഇന്നിങ്സ് മാത്രമായിരുന്നു. ഇഷാൻ കിഷൻ ഒരു സൈഡിൽ കൂടി റണ്ണ് കയറ്റിയതാണ് പാകിസ്ഥാന് വലിയൊരു തിരിച്ചടിയായത്.